നാം പല കാര്യങ്ങളിലും നമ്മുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാ. എന്നാൽ ദൈവിക കാര്യങ്ങളിൽ നമുക്കുള്ള യോഗ്യത എന്താണ് എന്ന് നാം തിരിച്ചറിയാറുണ്ടോ? നമുക്കുള്ള യോഗ്യത എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുമ്പോഴാണ് ജീവിതയാത്രയിൽ വിജയം കാണുവാൻ നമുക്ക് കഴിയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ശതാധിപന് പ്രിയനായ ദാസൻ ദിനം പിടിച്ച് മരിപ്പാറായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണുവാൻ കഴിയും. യേശു വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കൽ അയക്കുന്ന ഭാഗം. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ എന്ന് പറയുന്ന ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയും. അതിന്റെ കാരണമായി അവർ പറയുന്നത് നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഒരു പള്ളി തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്നെല്ലാമാണ് ശതാധിപന്റെ യോഗ്യതയായി അവർ പറയുന്നത്. യേശു അവരോട് കൂടെ കടന്നു ചെന്ന് വീടിനോട് അടുപ്പാറായപ്പോ ശതാധിപൻ സ്നേഹിതന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചിട്ട് പ്രകാരം പറയുന്നത് കാണുവാൻ കഴിയും. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറയുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, ശതാധിപൻ യോഗ്യനാണ് എന്ന് പറയുന്ന ഒരു സമൂഹവും യേശുവിന്റെ മുമ്പാകെ കടന്നു വരുവാൻ താൻ യോഗ്യനല്ല എന്ന് ശതാധിപൻ പറയുന്ന ഒരു ഭാഗവും. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യേശുവിന്റെ മുമ്പാകെ കടന്നു വരുവാൻ പോലും ശതാധിപൻ തന്നെ അയോഗ്യനായി കാണുകയാണ്. പക്ഷേ ഒരു കാര്യം ശതാധിപൻ അറിയാം, അധികാര ശക്തിയിൽ ചലിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, യേശുവിന്റെ വാക്കിനു പോലും ശക്തിയുണ്ട് എന്ന് ശതാധിപൻ തിരിച്ചറിയുകയാണ്. പ്രിയദൈവത്തിലെ മറ്റുള്ളവരെല്ലാം നമ്മുടെ യോഗ്യതകൾ കണ്ട് നമ്മെ പുകഴ്ത്തുമ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ പോലും യോഗ്യതയില്ലാതെ ഇരുന്ന നമ്മെ കാൽവറി ക്രൂശിലെ യാഗത്താൽ യോഗ്യതയുള്ളവരാക്കിയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ദൈവമേ, ഞാനിത് അങ്ങയുടെ കരത്തിലേക്ക് എന്നെ തരുന്നു, എനിക്ക് പുകഴുവാൻ ഒന്നുമില്ലപ്പാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഞാനുണ്ട് മകനെ, ഞാനുണ്ട് മകളെ എന്ന് പറയുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയും. ഇവിടെ ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ളൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്ന യേശുവിന്റെ വാക്കുകൾ ശതാധിപന് ദൈവത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, അതുകൊണ്ട് ദൈവമേ ഇത് അങ്ങനെക്ക് ചെയ്തു തരണം, അങ്ങനെയല്ലേ നാം പ്രാർത്ഥിക്കാറുള്ളത്. നാം ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, നാം ചെയ്തു എന്ന് പറയുന്നത് പോലും നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം ചെയ്തത്, ദൈവം സഹായിച്ചത് കൊണ്ടാണ് നാം അത് ചെയ്തത് എന്ന് മറന്നു പോകില്ല. അങ്ങനെയെങ്കിൽ അപ്പാ, പുകഴുവാൻ ഒന്നുമില്ല, അങ്ങയുടെ കരത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത്. ദൈവത്തോട് അടുത്ത് വരുമ്പോ പലപ്പോഴും നാം ദൈവത്തെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എങ്കിൽ അതിന് ഇന്നൊരു മാറ്റം വേണം. എന്നിട്ട് അപ്പാ, എന്നോട് സംസാരിക്കണമേ എന്ന് പറയാൻ തുടങ്ങണം. അയോഗ്യമായിരുന്ന നമ്മെ യോഗ്യതയുള്ളവരാക്കിയെങ്കിൽ ഈ യേശു ക്രിസ്തുവിലല്ലാതെ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോ ഇന്ന് മകനും മകളുമായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. അതുകൊണ്ട് ഒരു യാചകനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്നതിലുപരി ഒരു പിതാവിനോട് സംസാരിക്കുന്ന രീതിയിൽ നാം ദൈവത്തോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മെ വില കൊടുത്ത് വാങ്ങി സ്വന്തം മകനാക്കി മകളാക്കി തീർത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സംസാരം ഒരു യാചകനെ പോലെയാണ് എങ്കിൽ തീർച്ചയായും ഈ ദൈവം സന്തോഷിക്കുകയില്ല. ഇന്ന് നമ്മുടെ യോഗ്യത തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ദൈവത്തോട് നമുക്ക് അടുത്ത് വരുവാൻ. അതുപോലെ തന്നെ നമ്മുടെ യോഗ്യത തിരിച്ചറിഞ്ഞിട്ട് വേണം ശത്രുവിന്റെ തന്ത്രങ്ങളോട് കൽപ്പിക്കുവാൻ. ശതാധിപൻ ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, ഞാൻ ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, പോക എന്ന് പറയുമ്പോൾ പോകുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ, പ്രാവർത്തികമാക്കുവാൻ ഒരു സംഘം ദൂതന്മാരുണ്ട് എന്ന് ശതാധിപൻ തിരിച്ചറിയുകയാണ്. ഇന്ന് യേശുവിന്റെ മകനായി മകളായി നാം മാറിയെങ്കിൽ, യേശുക്രിസ്തു നമ്മിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഒരു അധികാരമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ശത്രുവിന്റെ തന്ത്രങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ തന്ത്രങ്ങൾക്കെതിരെ കൽപ്പിക്കുവാനുള്ള ഒരു അധികാരം, എന്റെ കുടുംബത്തിൽ നിന്ന് കരമെടുക്കുക എന്ന് പറയുവാനുള്ള അധികാരം, അതെ, അവിടെ നിലവിളിയല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം തിരിച്ചറിഞ്ഞ് നാം കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവിക പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. നമ്മുടെ വേദപുസ്തകത്തിൽ എവിടെ എടുത്തു പഠിച്ചാലും ശത്രുവായവൻ തന്റെ തന്ത്രവുമായി അടുത്തു വരുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കുവാനാ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാനാ ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ നോക്കി കൽപ്പിക്കുവാൻ ഒരു അധികാരം പ്രിയ ദൈവത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. യേശു കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ അയോഗ്യതയിൽ കിടന്ന നമ്മെ യോഗ്യത ഉള്ളവരാക്കി മാറ്റിയ ദൈവസ്നേഹത്തെ കണ്ട് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു യോഗ്യതയും ഇല്ലാതെ, ആർക്കും വേണ്ടാതെ
എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്ന നമ്മെ സ്നേഹിച്ച് വില കൊടുത്ത് വീണ്ടെടുത്തെങ്കിൽ ഇന്ന് നമ്മോട് കൂടെ ആരുമില്ല എന്ന് പറയല്ലേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവിക മഹത്വം കാണുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ളൊരു കഴിവ് ദൈവം നമുക്ക് നൽകും. അത് മാത്രമല്ല, അതിനോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവിക വിജയം കാണുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കും. യേശു എനിക്ക് വേണ്ടി വില കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമ്മെ യോഗ്യതയുള്ളവളായി കണക്കാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ജീവിതയാത്രയിൽ ആരും കൂടെ ഇല്ലെങ്കിലും നിങ്ങളെ അറിഞ്ഞ് സ്നേഹിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നമ്മെ വില കൊടുത്ത് ദൈവം വാങ്ങിയെങ്കിൽ ഈ ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കടമയുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഇടപെടാതെ, ദൈവത്തിന് വിഷമമാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് മറന്നുപോകില്ല. നമ്മെ വിളിച്ച ദൈവത്തിന് യോഗ്യമായ വണ്ണം നടക്കണമെന്ന് ദൈവവചനത്തിൽ പലയിടങ്ങളിലും അപ്പോസ്തലന്മാരിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അത് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രിയ ദൈവത്തിലെ, നമ്മെ വില കൊടുത്ത് വാങ്ങിയ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വണ്ണം ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിപ്പാൻ ഇവരെ അങ്ങ് സഹായിക്കുമാറാകണം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയന്ത്രണം ഇവർ അനുഭവിക്കട്ടെ. ദൈവമഹത്വം ഇവർ കാണട്ടെ. ദൈവിക സാന്നിധ്യം ഈ ജനം ഇവരുടെ ജീവിത മേഖലകളിൽ അനുഭവിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാനം മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, കൂടെയുള്ള നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളെ യോഗ്യത ഉള്ളതായി എണ്ണുന്ന, യേശുവിനോട് ചേർന്ന് നിന്ന് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ വയ്യ. അതെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.